Hello everyone. എല്ലാവരും എക്സാമിൻ്റെ ചൂടൊക്കെ കയറി പഠിത്തമൊക്കെ തലക്ക് പിടിച്ചിരിക്കുകയായിരിക്കും അല്ലേ? Anyway, today we are going to discuss the previous question paper of Computerised accounting system. നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ അക്കൗണ്ടൻസി രണ്ട് പാർട്സ് ഉണ്ട്, പാർട്ട് എയും പാർട്ട് ബിയും. പാർട്ട് എ ഓർഡിനറി അക്കൗണ്ടൻസി ആണ്, പാർട്ട് ബി വരുന്നത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് ആണ്. ഇതിൽ പാർട്ട് ബി ആയിട്ടുള്ള കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആണ് അറിയാലോ. സോ പ്രാക്ടിക്കൽ സെഷനിലുള്ളതിൽ തിയറി പാർട്സ് ആണ് സാധാരണ ചോദിക്കാറുള്ളത്. നമ്മുടെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പോലെ പ്രോഗ്രാം ഒന്നും ചോദിക്കാറില്ല, ജസ്റ്റ് സിൻടാക്സോ കാര്യങ്ങളൊക്കെ ചോദിക്കാറുള്ളൂ. പിന്നുള്ളൊരു കാര്യം, നമ്മുടെ ഈ ഒരു പേപ്പറിൽ അക്കൗണ്ടൻസി എന്ന് പറഞ്ഞ പേപ്പറിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ഭാഗമാണ് പാർട്ട് ബി, നമ്മുടെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം. ബിക്കോസ് ഇതിൽ ചോദിക്കുന്നതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതും അതല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് ഓറിയൻറ്റഡ് ആയിട്ട് മാത്രമാണ്, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. സോ വി ഷാൾ ഗോ ത്രൂ. നമുക്ക് ടോട്ടലായിട്ട് 2 hours ഉണ്ട് എക്സാമിന്, ഇൻക്ലൂഡിങ് പാർട്ട് എ. രണ്ടും കൂടെയാണ് 2 hours, സെപ്പറേറ്റ് അല്ല എന്നറിയാലോ. പിന്നെ മാർക്സ് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് 1, 2, 3, 4, 5 ഇങ്ങനെയാണ്. 1 മാർക്ക് ഉണ്ട്, 2 മാർക്ക് ഉണ്ട്, 3 മാർക്കും 4ഉം 5 ഒക്കെ ഉണ്ട്. പിന്നെ MCQ ടൈപ്പ് ഉണ്ട്, പിന്നെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് ഫിൽ അപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഷോർട്ട് ആൻസേഴ്സും ലോങ് ആൻസേഴ്സും ഒക്കെ ചോദിക്കാറുണ്ട്. പിന്നെ ഡിഫൈൻ ചെയ്യാനും കുറച്ച് ചോദിച്ചു കണ്ടിട്ടുണ്ട്. സോ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കഴിഞ്ഞ കൊല്ലത്തെ, അതായത് 2021 മാർച്ചിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിൻ്റെ പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത്. അതിൽ 7th സെക്ഷനായിട്ട് വരുന്നത്, ഫസ്റ്റ് സെക്ഷൻ മുതൽ 6th സെക്ഷൻ വരെയുള്ളത് അക്കൗണ്ടൻസി ആണ്. 7th സെക്ഷനിലാണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് ആയിട്ട് പാർട്ട് ബി വരുന്നത്. സോ ക്വസ്റ്റ്യൻസ് ഫ്രം 23 to 26 ഈച്ച് ക്യാരീസ് 1 സ്കോറാണ്. എല്ലാം അറ്റൻഡ് ചെയ്യണം, ഓരോന്നിനും ഓരോ മാർക്കാണ്. പിന്നെ 8th സെഷനിൽ വരുന്നത് 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്, അതിലുള്ളതും എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യണം. പിന്നെ 9th സെഷനിൽ വരുന്നത് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്, അതും 31 to 32 2 ക്വസ്റ്റ്യനേ ഉള്ളൂ, അതും എല്ലാം അറ്റൻഡ് ചെയ്യണം. പിന്നെ 10th സെഷനിൽ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതും എല്ലാം അറ്റൻഡ് ചെയ്യണം. പിന്നെ വരുന്നത് 11th സെഷനാണ്, 2 ക്വസ്റ്റ്യനാണ്, 36 37ഉം, അത് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്, അത് 2ഉം അറ്റൻഡ് ചെയ്യണം. സോ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് നോക്കാം. സോ ഫസ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ 23rd ക്വസ്റ്റ്യൻ ആണ്. ഈച്ച് സെൽ ഇൻ എ സ്പ്രെഡ്ഷീറ്റ് ഈസ് ഡിഫൈൻഡ് വിത്ത് എ യൂണിക് നെയിം വിച്ച് ഈസ് നോൺ ആസ്. നമുക്കറിയാം സെല്ല് എന്ന് വെച്ചാൽ റോസും കോളംസും കൂടെ കൂടിയിട്ട് വരുന്ന ആ ഒരു സ്പെസിഫിക് സ്പേസിന് പറയുന്ന പേരാണ് സെല്ല്. സോ ഓരോ സെല്ലും ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? സെൽ അഡ്രസ് വെച്ചിട്ടാണ് അല്ലേ. സോ ഇതിൻ്റെ ആൻസർ വരുന്നത് സെൽ അഡ്രസ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 24th ക്വസ്റ്റ്യൻ. പിക്ക് ഔട്ട് ദ ഓഡ് വൺ വിച്ച് ഈസ് നോട്ട് എ കോമ്പണൻറ്റ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം. നമുക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് എൻറ്റിറ്റീസും പേരുകളൊക്കെ ഉണ്ട്. അത് വരുന്നതാണ് പ്രൊസീജിയർ, ഡാറ്റ, പീപ്പിളൊക്കെ. ഇതിലെവിടെയെങ്കിലും വൈറസ് കേട്ടിട്ടുണ്ടോ? വൈറസ് ആകെ വരുന്നത് കമ്പ്യൂട്ടർ അപ്ലിക്കേഷനിലാണ്, അത് കമ്പ്യൂട്ടർ അക്കൗണ്ടിങ്ങിൽ വരുന്നതല്ല. സോ ഇവിടെ വരുന്ന ഓഡ് വൺ ഏതാണ്? നമ്മുടെ വൈറസ് ആണ്. ദെൻ ദ 25th ക്വസ്റ്റ്യൻ. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഫിനാൻഷ്യൽ ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ഫോർ കാൽക്കുലേറ്റിംഗ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ഓഫ് ഡിപ്രീസിയേഷൻ. ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. SLN, DB, PMT, PV ഒക്കെ ഉണ്ട്. ഇതിൽ DB നമുക്കറിയാം ഡാറ്റാബേസ് ആണ്, PMT പേയ്മെൻ്റ് ആണ്. ഇതിൽ SLN മാത്രം സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് ബന്ധമുണ്ട് അല്ലേ. സ്ട്രെയിറ്റ് ലൈൻ ഡിപ്രീസിയേഷൻ ആണ് SLN. സോ ഇതിൻ്റെ ആൻസർ വരുന്നത് SLN ആണ്. Then the 26th question. Find the suitable voucher type used for recording payment by cash or check from the following in GNU Kata accounting software. നമ്മുടെ സോഫ്റ്റ്വെയറിൽ പേയ്മെൻറ്റ് ബൈ ക്യാഷ് ഓർ ചെക്ക് വരുന്നതിലാണ്, പേയ്മെൻറ്റിലാണല്ലേ. റെസിപ്റ്റ് ആണെങ്കിൽ വൗച്ചറാണ് വരിക, പിന്നെ പർച്ചേസും സെയിൽസൊക്കെ എല്ലാവർക്കും അറിയാം. ഇതിൽ വരുന്നത് പേയ്മെൻ്റ് ആണ്. സോ ഇതിൻ്റെ ആൻസർ എന്താണ്? പേയ്മെൻ്റ് ആണ്. ഇനി വരുന്നത് 8th സെഷനാണ്. ഇതിൽ ക്വസ്റ്റ്യൻസ് ഫ്രം 27 to 30 ഈച്ച് ക്യാരീസ് 2 മാർക്കാണ്. 2 മാർക്ക് ആകുമ്പോൾ കുറച്ച് എലാബറേറ്റ് ചെയ്ത് എഴുതുക. So 27th question. Write any 2 methods to add a new worksheet in a spreadsheet. നമ്മൾ സ്പ്രെഡ്ഷീറ്റിൽ പുതിയൊരു വർക്ക്ഷീറ്റ് എങ്ങനെ ആഡ് ചെയ്യാം? 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നാം സോഫ്റ്റ്വെയറിൻ്റെ ഏറ്റവും ലാസ്റ്റിൽ ഒരു പ്ലസ് ബട്ടൺ കാണാം, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാം. അതല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ദ മൗസ് അറ്റ് ദ ഷീറ്റ് ടാബ് ആൻഡ് സെലക്ട് ഇൻസേർട്ട് ഷീറ്റ്. നമുക്കറിയാം ഇൻസേർട്ട് ഷീറ്റ് കൊടുത്താൽ പുതിയൊരു ഷീറ്റ് ആഡ് ചെയ്യും. അതല്ലെങ്കിൽ ക്ലിക്ക് ദ പ്ലസ് മാർക്ക് നിയർ ദ ഷീറ്റ് ടാബ്. ഷീറ്റ് ടാബിൻ്റെ തൊട്ടടുത്ത് ഒരു പ്ലസ് മാർക്ക് ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്താലും മതി. സോ ഇത് 2 ലൈൻ ആക്കി എഴുതിയാൽ മതി, 2 മാർക്ക് കിട്ടും. എന്നാൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലിസ്റ്റ് ഔട്ട് എനി 4 types ഓഫ് ചാർട്ട് ദാറ്റ് ക്യാൻ ബി പ്രിപ്പയർഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് LibreOffice Calc. നമ്മുടെ സോഫ്റ്റ്വെയർ വെച്ചിട്ട് ഒരുപാട് ചാർട്ട്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിൽ ഏതെങ്കിലും 4 എഴുതാം. ഒരുപാടുണ്ട്. കോളം ചാർട്ട്, ബാർ ചാർട്ട്, ലൈൻ ചാർട്ട്, പൈ ചാർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാടുണ്ട്. അതിൽ ഏതെങ്കിലും 4 എഴുതിയാൽ മതി. ഇനി എല്ലാവരെങ്കിലും എല്ലാം എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ 29th ക്വസ്റ്റ്യൻ. റൈറ്റ് എനി 4 elements ഓഫ് എ ചാർട്ട്. നമ്മുടെ ചാർട്ടിന് ഒരുപാട് എലമെൻറ്റ്സ് ഉണ്ടെന്ന് അറിയാം. സോ അതിൽ ഏതെങ്കിലും 4 എഴുതാം. ഇപ്പം ചാർട്ട് ഏരിയ ഉണ്ടാവും, പ്ലോട്ട് ഏരിയ ഉണ്ടാവും, ഡാറ്റാ പോയിന്റ്, ഡാറ്റ സീരീസ്, ഡാറ്റ ലേബിൾസ്, ഗ്രിഡ് ലൈൻസ്, ചാർട്ട് ടൈറ്റിൽ, ലെജൻഡ് എന്ന് പറഞ്ഞിട്ട് ഒരുപാടുണ്ട്. അതിൽ ഏതെങ്കിലും 4 എഴുതിയാൽ മാത്രം മതി, എക്സ്പ്ലെയിൻ ഒന്നും ചെയ്യേണ്ട. ദെൻ ദ 30th ക്വസ്റ്റ്യൻ. കംപ്ലീറ്റ് ദ ഗിവൺ ടേബിൾ ബേസ്ഡ് ഓൺ ദ ഹിൻഡ് ഗിവൺ. ഒരു ടേബിൾ വന്നിട്ടുണ്ട്, അത് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞത്. സോ എങ്ങനെയാണുള്ളത് നോക്കാം. നെയിം ഓഫ് ദ ലെഡ്ജർ. ലെഫ്റ്റ് സൈഡിലുള്ള കോളം നെയിം ഓഫ് ദ ലെഡ്ജർ, ഏത് ലെഡ്ജർ ആണെന്നാണ്. റൈറ്റ് സൈഡിലുള്ള ഗ്രൂപ്പുമാണ്. സോ ഇവിടെ ഗ്രൂപ്പ് ചെയ്യാനാണ് പറഞ്ഞത്. നമുക്കറിയാം ഒരുപാട് ഗ്രൂപ്പ്സ് ഉണ്ട്. ഡയറക്റ്റ് എക്സ്പെൻസ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, ഡയറക്റ്റ് ഇൻകം, ഇൻഡയറക്റ്റ് ഇൻകം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഗ്രൂപ്പ് ഉണ്ട്. അതിങ്ങനെ ഗ്രൂപ്പ് ചെയ്താൽ മതി. സോ ഹിൻഡ് തന്നിട്ടുണ്ട് പർച്ചേസ് എന്നുള്ളത് ഡയറക്റ്റ് എക്സ്പെൻസ് ആണെന്ന്. സോ എ ക്വസ്റ്റ്യൻ ഉള്ളത് സെയിൽസ് ആണ്. സെയിൽസ് ഏതാണ്? നമുക്കറിയാം ഡയറക്റ്റ് ഇൻകം ആണ് അല്ലേ. സോ ഇവിടെ ഡയറക്റ്റ് ഇൻകം എന്ന് എഴുതാം. ഇതൊന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ ഒരു ടേബിളൊക്കെ വരച്ചിട്ട് ചെയ്യാം. അതല്ലെങ്കിൽ ജസ്റ്റ് സെയിൽസ് എന്ന് എഴുതിയിട്ട് സെയിൽസ് എഴുതിയിട്ട് ഹൈഫൺ ഇട്ടിട്ട് ഡയറക്റ്റ് ഇൻകം എന്ന് എഴുതിയാൽ മാത്രം മതി. അതല്ലെങ്കിൽ ഇങ്ങനെ ടേബിളാർ ഫോമാറ്റിലും എഴുതാം. ഇനി ബി പാർട്ടിൽ വരുന്നത് വേജസ് ആണ്. വേജസ് നമുക്കറിയാം
അത് എക്സ്പെൻസ് ആണ്. ഇത് ഏത് എക്സ്പെൻസ് ആണ്? ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. സോ ഇവിടെ ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് എഴുതാം. പിന്നെ സി ക്വസ്റ്റ്യൻ ഡിസ്കൗണ്ട് റിസീവ്ഡ് ആണ്. ഡിസ്കൗണ്ട് റിസീവ് ചെയ്യാണല്ലോ അല്ലേ. സോ അതൊരു ഇൻകം ആണ്. ബട്ട് അത് ഡയറക്റ്റ് ആണോ? അല്ല, ഇൻഡയറക്റ്റ് ആണ്. സോ ഇൻഡയറക്റ്റ് ഇൻകം. പിന്നെയുള്ള നാലാമത്തത് ഡി ക്വസ്റ്റ്യൻ സാലറി ആണ്. സാലറി ഡയറക്റ്റ് അല്ല, ഇൻഡയറക്റ്റ് നമുക്കറിയാം. അതെന്താണ്? കൊടുക്കുകയാണ്. സോ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. സോ അതോടെ എഴുതിയാൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. സോ ഇത്ര എഴുതിയാൽ തന്നെ 4 മാർക്ക് കിട്ടും. ഇനി അടുത്ത വരുന്ന 9th സെഷനാണ് ക്വസ്റ്റ്യൻസ് ഫ്രം 31 and 38. അതായത് 31, 32 3 മാർക്കിന് ക്വസ്റ്റ്യൻ ആണ്. സോ അത് കുറച്ചും കൂടെ എലാബറേറ്റ് ചെയ്ത് എഴുതുക. ഇക്വേഷൻസ് ആണെങ്കിൽ അത് ഇക്വേഷൻ എഴുതിയിട്ട് ഓരോ അബ്രീവിയേഷനും ഫുൾ ഫോം എഴുതി വെക്കാം. സോ കുറച്ചുകൂടി നമുക്ക് എല്ലാം അറിയാം എന്നുള്ളത് ടീച്ചറെ ബോധ്യപ്പെടുത്തിയാൽ മതിയല്ലോ. സോ റൈറ്റ് ദ ഇക്വേഷൻ ടു കാൽക്കുലേറ്റ് ഗ്രോസ് സാലറി ആൻഡ് നെറ്റ് സാലറി ഇഫ് BP, ബേസിക് പേ, DA, HRA ആൻഡ് PF ആർ ഗിവൺ ഇൻ എ പേറോൾ സ്റ്റേറ്റ്മെൻറ്റ്. പേറോൾ സ്റ്റേറ്റ്മെൻറ്റിൽ ഇതൊക്കെ തന്നിട്ടുണ്ട്. BPയും DAയും HRAയും PF ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ ഗ്രോസ് സാലറി എത്രയാണ്, നെറ്റ് സാലറി എത്രയാണ്, ഇക്വേഷൻ ജസ്റ്റ് ചെയ്താനാണ് പറഞ്ഞത്. സോ നമുക്കറിയാം ഗ്രോസ് സാലറി ഈക്വൽ ടു ബേസിക് പേ പ്ലസ് DA പ്ലസ് HRA ആണ്. അപ്പോൾ DAൻ്റെയും HRAൻ്റെയും ഒക്കെ ഫുൾ ഫോം എഴുതിയേക്കാം. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് എഴുതിയാൽ മതി. ഗ്രോസ് സാലറി ഈക്വൽ ടു ബേസിക് പേ പ്ലസ് DA പ്ലസ് HRA. അതിൽ PF വരുന്നില്ല അല്ലേ. പിന്നെ നെറ്റ് സാലറി ഈക്വൽ ടു ഗ്രോസ് സാലറി മൈനസ് PF ആണ്. ആ PF ഗ്രോസ് സാലറിനോട് കുറച്ചാൽ നമുക്ക് നെറ്റ് സാലറി കിട്ടും. ജസ്റ്റ് ഇക്വേഷൻ എഴുതിച്ചാൽ മാത്രം മതി. പിന്നെ 32nd ക്വസ്റ്റ്യൻ ആണ് റൈറ്റ് എനി 3 ഫീച്ചേഴ്സ് ഓഫ് GNU കഥ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ. നമ്മൾ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിൻ്റെ ഒരുപാട് ഫീച്ചേഴ്സ് പഠിച്ചിട്ടുണ്ട്. ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇറ്റ് ഈസ് എ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ്. കോംപ്രഹെൻസീവ് ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് ആർ അവൈലബിൾ ലൈക്ക് ലെഡ്ജേഴ്സ്, ട്രയൽ ബാലൻസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് എക്സെട്ര. സോഴ്സ് ഡോക്യുമെന്റ് ക്യാൻ ബി അറ്റാച്ച്ഡ് along with the voucher entry. Export and import of data from a spreadsheet is possible. Password security and data audit facilities provided. ഇങ്ങനെ ഒരുപാട് പഠിച്ചിട്ടുണ്ടല്ലേ. സോ ഇതിൽ ഏതെങ്കിലും 3 എണ്ണമാണ് എഴുതാൻ പറഞ്ഞത്. അറിയുന്ന 3 എണ്ണം അങ്ങ് എഴുതാം. ഇനി 10th സെഷനിലേക്ക് പോവാണ്. ക്വസ്റ്റ്യൻസ് ഫ്രം 33 to 35. 3 ക്വസ്റ്റ്യൻസ് ആണ് 33, 34, 35. ഓരോന്നിനും 4 മാർക്കുണ്ട്. എല്ലാം അറ്റൻഡ് ചെയ്യണം. സോ 33rd ക്വസ്റ്റ്യൻ റൈറ്റ് എനി 4 മെറിറ്റ്സ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം. നമുക്കറിയാലോ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിൽ ഒരുപാട് മെറിറ്റ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതെങ്കിലും 4 എണ്ണമാണ് എഴുതാൻ പറഞ്ഞത്. ഇപ്പോൾ ഇൻസ്റ്റൻറ്റ് ആൻഡ് ഓട്ടോമാറ്റിക് പ്രോസസ്സിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ്, സേവ്സ് ടൈംസ് ആൻഡ് മണി, storage and retrieval of data is very easy, accuracy, voucher and check printing is possible, transparency and reliability ensured. അങ്ങനെ ഒരുപാട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ആ പഠിച്ചതിൽ നിന്ന് ഏതെങ്കിലും 4 എണ്ണം എഴുതുക. അറിയുന്നത് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിനും ചെയ്യാം. ജസ്റ്റ് 1-2 ലൈൻസ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. ഒന്ന് എഴുതുക, എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് അതെന്താണെന്നത് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. അത്രയും ചെയ്താൽ തന്നെ നമുക്ക് 4 മാർക്ക് കിട്ടുകയും ചെയ്യും. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 34th ക്വസ്റ്റ്യൻ നെയിം ദ ഫംഗ്ഷൻസ് ആൻഡ് സിൻടാക്സ് യൂസ്ഡ് ടു ഡിസ്പ്ലേ ദ ഫോളോയിങ് റിസൾട്ട് ഇൻ ലിബ്രെ ഓഫീസ് കാൽക്ക്. നമ്മുടെ സോഫ്റ്റ്വെയറിൽ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ ഏതൊക്കെ ഫംഗ്ഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്, ആ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ്റെ സിൻടാക്സും കൂടെ എഴുതാനാണ് പറഞ്ഞത്. സോ ക്വസ്റ്റ്യൻ എ കറണ്ട് സിസ്റ്റം ഡേറ്റ്. ഇപ്പോൾ ഉള്ള ഡേറ്റ് കിട്ടാൻ, സിസ്റ്റത്തിലെ ഡേറ്റ് കിട്ടാൻ എന്താ ചെയ്യാം? ടുഡേ എന്ന് കൊടുത്താൽ മതി അല്ലേ. ടുഡേ എന്ന് കൊടുത്താൽ മതി. എന്നിട്ട് ടുഡേ എന്നുള്ളതിൻ്റെ സിൻടാക്സ് എഴുതാം. ഈക്വൽ ടു ടുഡേ ഓഫ്. ഈക്വൽ ടു ഇടാൻ മറക്കരുത്. അതുപോലെ തന്നെ ടുഡേ എന്ന് എഴുതിയിട്ട് ഫംഗ്ഷൻ്റെ ബ്രാക്കറ്റ് ഇടാനും മറക്കരുത്. പിന്നുള്ളത് ബി ആണ് കറണ്ട് ഡേറ്റ് വിത്ത് ടൈം. ടൈം കൂടുതലുള്ള ഡേറ്റ് വേണം. സോ നൗ ആണ് വേണ്ടത്. ഡേറ്റ് മാത്രമാണ് ടുഡേ മതിയായിരുന്നു. ഇപ്പോൾ വേണ്ടത് എന്താണ്? നൗ ആണ്. സോ നൗ എന്നുള്ള ഫംഗ്ഷനാണ് വേണ്ടത്. അതിൻ്റെ സിൻടാക്സ് എന്താണ്? ഈക്വൽ ടു നൗ ഓഫ്. ദെൻ പാർട്ട് സി കൗണ്ട് ഓഫ് ന്യൂമറിക് വാല്യൂസ് ഇൻ എ ഗിവൺ റേഞ്ച് ഓഫ് സെൽ. നമുക്ക് തന്ന സെല്ലിൻ്റെ റേഞ്ചിൻ്റെ ടോട്ടൽ കൗണ്ട് കിട്ടാനാണ്. കൗണ്ട് കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? ജസ്റ്റ് കൗണ്ടാണ്. എല്ലാം നമ്മുടെ ഫംഗ്ഷൻസ് എല്ലാം സെയിം പേരിലാണ് വരുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടൊന്നുമില്ല എഴുതാൻ. ക്വസ്റ്റ്യൻസ് എല്ലാം ഈസിയാണ്. കൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷനാണ് യൂസ് ചെയ്യേണ്ടത്. സോ നമ്മുടെ ഗിവൺ റേഞ്ചാണ്. അപ്പോൾ റേഞ്ച് എത്ര എന്നുള്ളത് ഇവിടെ കൊടുക്കുക. കൗണ്ട് സിൻടാക്സ് എഴുതുമ്പോൾ ഈക്വൽ ടു കൗണ്ട് ഓഫ് എന്ന് പറഞ്ഞിട്ട് അവിടെ റേഞ്ച് കൊടുക്കുക. സോ റേഞ്ച് ചോദിക്കുമ്പോൾ അങ്ങനെ കൊടുക്കുക. പിന്നുള്ളത് ഡി പാർട്ടാണ്. ടു കൗണ്ട് ദ നമ്പർ ഓഫ് empty cells in a given range. ഒരു റേഞ്ച് തന്നിട്ടുണ്ട്. അതിലുള്ള empty സെല്ലിൻ്റെ എണ്ണം കിട്ടാൻ എന്താണ്? കൗണ്ട് ബ്ലാങ്ക്. ബ്ലാങ്ക് ആയിട്ടുള്ള സ്പേസുകൾ കിട്ടാനാണ് അതിൻ്റെ കൗണ്ട് എടുക്കുക. സോ അതിൻ്റെ ഫംഗ്ഷൻ ഏതാണ്? കൗണ്ട് ബ്ലാങ്ക് ആണ്. ഫംഗ്ഷൻ എങ്ങനെ സിൻടാക്സ് വരുന്നത്? ഈക്വൽ ടു കൗണ്ട് ബ്ലാങ്ക് ഓഫ് എന്ന് പറഞ്ഞിട്ട് റേഞ്ചും കൊടുക്കുക. ദെൻ 35th ക്വസ്റ്റ്യൻ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ഹൗ എ ടേബിൾ ഈസ് ക്രിയേറ്റഡ് ഇൻ ലിബ്രെ ഓഫീസ് ബേസ്. നമ്മുടെ ലിബ്രെ ഓഫീസിൽ ടേബിൾ ക്രിയേഷൻ ഒരുവിധം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. സോ ഇതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാനുള്ളത് ഒരു കുറച്ച് എലാബറേറ്റ് ചെയ്ത് എഴുതിയാൽ 4 മാർക്ക് ഷുവറായിട്ടും കിട്ടും. പിന്നെ ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതിയാലും മതി. സോ ഏതായാലും അതെങ്ങനെയാണുള്ളത് അറിഞ്ഞു വെക്കുക. എന്തായാലും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ടേബിൾ ക്രിയേഷൻ ഇൻ ലിബ്രെ ഓഫീസ്. സോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എഴുതുമ്പം സെലക്ട് അപ്ലിക്കേഷൻ ഒക്കെ എഴുതിയിട്ട് എലാബറേറ്റ് ചെയ്തിട്ട് എഴുതാൻ കുഴപ്പമൊന്നുമില്ല. സമയം ഉണ്ടെങ്കിൽ അതല്ലെങ്കിൽ ഇങ്ങനെയെങ്കിലും എഴുതാം. അപ്ലിക്കേഷൻ എന്നിട്ട് ഒരു ആരോ മാർക്ക് ഇടുക. നമ്മുടെ അപ്ലിക്കേഷൻ സെലക്ട് ചെയ്തിട്ട് ഓഫീസാണ് സെലക്ട് ചെയ്യേണ്ടത്. എന്നിട്ട് ഓഫീസ് സെലക്ട് ചെയ്യുക. ഓഫീസ് സെലക്ട് ചെയ്ത് നേരെ ലിബ്രെ ഓഫീസ് ബേസ് എടുക്കുക. നമ്മുടെ അപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് അതിൽ ക്ലിക്ക് ഓൺ ടേബിൾ വ്യൂ ഇൻ ഡിസൈൻ വ്യൂ ആണ്. ഡിസൈൻ വ്യൂവിൽ
ക്രിയേറ്റ് ടേബിൾ എടുക്കുക. സോ ഈ ക്രിയേറ്റ് ടേബിൾ എടുക്കുമ്പം ഒരു പോപ്പപ്പ് വിൻഡോ വരും. അതിൽ നമ്മൾ ഫീൽഡ് നെയിം കൊടുക്കാം, അതുപോലെ തന്നെ ഫീൽഡ് ടൈപ്പ് കൊടുക്കാം, പിന്നെ ഫീൽഡ് പ്രോപ്പർട്ടീസ് ഒക്കെ കൊടുക്കുക. ഇനി അഥവാ അതിൻ്റെ ഇടയിൽ നമുക്ക് ഡാറ്റാബേസിൻ്റെ കാര്യങ്ങൾ ചോദിക്കണം, അതും കൂടെ എഴുതാം. ഡാറ്റാബേസ് വിസാർഡ് ഏതാണുള്ളതും കൊടുക്കുക എന്നുള്ളതൊക്കെ ഇതിൻ്റെ ഇടയിൽ ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുത്താൽ ടീച്ചർക്ക് ഒന്നുകൂടെ സന്തോഷമായി നമുക്ക് കൂടുതൽ മാർക്ക് ഉണ്ട്. കൂടുതൽ മീൻസ് കിട്ടുന്നത് മുഴുവൻ കിട്ടുമല്ലോ. സോ ഡാറ്റാബേസിൻ്റെ കാര്യങ്ങളൂടെ അതിൽ ഇൻസേർട്ട് ചെയ്താൽ നന്നാവും. ദെൻ ദ 11th ക്വസ്റ്റ്യൻസ് ഫ്രം 36 and 37. 2 ക്വസ്റ്റ്യൻസ് ആണുള്ളത്, 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ 36 വരുന്നത് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം. നമ്മൾ തൊട്ട് മുമ്പ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിൻ്റെ മെറിറ്റ്സ് പറഞ്ഞു. ഇവിടെ ചോദിച്ചത് ഫീച്ചേഴ്സാണ്. ഈ ഫീച്ചേഴ്സും മെറിറ്റ്സ് ഒക്കെ മാറി മാറി എന്തായാലും ചോദിക്കാൻ സാധ്യതയുണ്ട്. അതൊക്കെ ഒന്ന് പഠിച്ചു പോകാം. സോ ഇതിൽ വരുന്ന സിംപ്ലിസിറ്റി ഉണ്ട്. സിംപ്ലിസിറ്റി എന്താണെന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നെ കോംപ്രഹെൻസീവ് നാച്ചർ ഉണ്ട്, അക്യൂറസി ഉണ്ട്, സ്പീഡ് ഉണ്ട്, നോ ഡിഫിക്കൽട്ടി ഇൻ അൾട്രേഷൻസ് ഉണ്ട്. ഇത് ഓരോന്നും ഇങ്ങനെ നമ്പർ ഇട്ടിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് ഒന്ന് അണ്ടർലൈൻ ഒക്കെ ചെയ്തിട്ട് എഴുതുക. എന്നിട്ട് നെക്സ്റ്റ് ലൈനിൽ അതിൻ്റെ ചെറിയൊരു സിമ്പിൾ ഡെഫിനിഷനും കൊടുക്കുക. ഒന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്നാൽ തന്നെ 5 മാർക്ക് കിട്ടും. 5 പോയിന്റ്സ് ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ അത് പേര് എഴുതിയിട്ട് ജസ്റ്റ് ഒന്ന് 1 or 2 ലൈൻസിൽ അത് എക്സ്പ്ലെയിൻ ചെയ്താൽ 5 മാർക്ക് ഷുവറാണ്. then the 37th question comes, write down the 5 features of LibreOffice Calc, briefly explain. തൊട്ട് മുമ്പ് ഇത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിൻ്റെ ഫീച്ചേഴ്സ് ആണ്. ഇവിടെ ചോദിച്ചത് LibreOffice Calcൻ്റെ ഫീച്ചേഴ്സ് ആണ്. അത് 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണല്ലോ. സോ 5 പോയിന്റ്സ് ചെയ്താൽ ഫീച്ചേഴ്സ് ഓഫ് എന്ന് പറഞ്ഞിട്ട് ഹെഡിങ് കൊടുത്തിട്ട് നമ്പർ ഇട്ടിട്ട് അണ്ടർലൈൻ ഒക്കെ ചെയ്തിട്ട് ഈസി കാൽക്കുലേഷൻസ് ചെയ്താൽ എന്നിട്ട് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്നാൽ അറേഞ്ചിങ് ഡാറ്റ എന്ന് എഴുതാം. പിന്നെ തേർഡായിട്ട് വരുന്നത് സെർവേഴ്സ് ഡാറ്റാബേസ് ആണ്. പിന്നെ ഡൈനാമിക് ചാർട്ട്സ് ഉണ്ട്, ഒരുപാട് ചാർട്ട്സ് അവൈലബിൾ അല്ലേ നമ്മൾ പറഞ്ഞു. പിന്നെ വാട്ട് ഇഫ് കാൽക്കുലേഷൻസിൽ ഒരുപാട് കാൽക്കുലേഷൻസും ഫംഗ്ഷൻസും ഒക്കെ ഉണ്ട്. അത് കാര്യങ്ങളൊക്കെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് എന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് ജസ്റ്റ് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നതിന് പകരം നമ്പർ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് എഴുതിയിട്ട് ഹെഡിങ് ഒക്കെ എഴുതിയിട്ട് അത് അണ്ടർലൈൻ ചെയ്തിട്ട് നെക്സ്റ്റ് ലൈനിൽ എക്സ്പ്ലെയിൻ ഒക്കെ ചെയ്താൽ കൂടുതൽ മാർക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. സോ നമ്മുടെ അക്കൗണ്ടൻസിയിലെ പാർട്ട് ബിയിൽ വരുന്ന കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിൽ വരുന്നത് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്. 2021 മാർച്ചിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. സോ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാറ്. പിന്നെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ടേബിൾ ക്രിയേഷൻ സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് സാധാരണ ചോദിക്കാറുള്ളത്. ഏതായാലും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും ഒന്ന് അനലൈസ് ചെയ്തിട്ട് ഒന്ന് വായിച്ച് നോക്കിയിട്ട് അതിൽ പറഞ്ഞ കാര്യങ്ങളും പിന്നെ അതിൻ്റെ പുറമെ നിങ്ങൾ പഠിച്ചതൊക്കെ റിവൈസ് ചെയ്തിട്ട് പോവാം. സോ ഓൾ ദ ബെസ്റ്റ്.